ഈ സത്യം, ഈ അറിവ്, ഈ വേദം എന്താണെന്ന് അറിഞ്ഞാൽ ഇതിന് മാറ്റം വരും. എന്താണെന്ന്, എങ്ങനെയാണ് ഇത് അറിയിക്കുക ആളുകളെ? അവർക്ക് അത്രമാത്രം ബുദ്ധിശൂന്യത വന്നു നിൽക്കുവാണല്ലോ. ഇത് പ്രണവവേദം എന്ന് പറയുന്ന ചാനൽ മാത്രമാണ് ഇതിനിപ്പോ ഏകെയുള്ള പരിഹാരം. വേറെ ഒന്നും ഇത് കിട്ടില്ല. ഈ ത്രിമൂർത്തികൾ എന്താണെന്ന്, ജലമാണ്, ശിവനാണ്, ജലം പാർവതിയാണ്, സസ്യലോകം വൃക്ഷലോകം എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, ഹരിയാണ്, ഹരിതലോകം അതാണ് നമുക്ക് സ്ഥിതിപാലകനായിരിക്കുന്ന, ജീവസ്ഥിതിക്ക് കാരണമായിരിക്കുന്നത്. അതിന്റെ അസ്തിത്വത്തിൽ സത്യത്തിൽ നമ്മൾ പല പേരുകളും പറഞ്ഞ് ആരാധിക്കുന്നത്. ആ തത്വം, ആ സത്യം മനസ്സിലാക്കണം. അതെ, ഞാൻ അതൊന്നും കൂടി പറയാം മോഹൻജി. അതായത് നമ്മളുടെ ജീവസ്ഥിതിക്ക് കാരണമായിരിക്കുന്ന ആദ്യമുണ്ടായ ആദി എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നാണ് ഗൗരി എന്ന് പറയുന്ന നമ്മളുടെ ലക്ഷ്മി ഉണ്ടായിരിക്കുന്നത്. ആ ആദി എന്ന് പറയുന്ന ആ സസ്യലോകത്തിന്റെ അസ്തിത്വത്തിൽ നിന്നിട്ടാണ് ഗൗരി എന്ന് പറയുന്ന ലക്ഷ്മി ലോകം ജനിച്ചത്. ആദവും ഹൗവയും എന്ന് പറയുന്ന സങ്കല്പങ്ങളെല്ലാം ശാസ്ത്ര ബിംബങ്ങളാണ്, ശാസ്ത്ര ചിഹ്നങ്ങളാണെന്ന് തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്കുണ്ടാവണം. ഈ ശാസ്ത്രം, ഭാരതം ലോകത്തിന്റെ മുന്നിലേക്ക് വെച്ച ഈ തിയോളജി, അതൊന്ന് എടുത്ത് മറിച്ചു നോക്കാനുള്ള ഒരു ശേഷി, അതിന്റെ ഒരു ആദരവ്. നമ്മളുടെ പൂർവികരാരും ജ്ഞാനമില്ലാത്തവരായിരുന്നില്ല. നമ്മളുടെ പൂർവികർക്കെല്ലാം മഹത്തരമായിട്ടുള്ള ജ്ഞാനമുണ്ടായിരുന്നു. ആ ജ്ഞാനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കരുത്. അത് മനസ്സിലാക്കാനുള്ള സത്യബുദ്ധി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാവട്ടെ. ഈ അറിവാണ് ജനങ്ങൾക്ക്. ഞാൻ ഇത് ഇത്രയും വാശിയോട് പറയാൻ കാരണം, ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ, ജീവൻ ജനിച്ച ദൈവത്തിന്റെ സ്വന്തം നാടായിരിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ കേരളത്തിൽ നിന്ന്, ആ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ്, ഭാരതാംബ, ഈ വനിത, കൊടിയും പിടിച്ചു നിൽക്കുന്ന ഈ വനിതയെ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, ഇതാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. മക്കൾ പഠിക്കേണ്ടത് ഈ പുഴകളെയും നദികളെയും ഈ മണ്ണിനെയും ജലത്തെയും ഈ വൃക്ഷലോകത്തെയും സകല ഔഷധങ്ങളെയും കുറിച്ചാണ്. സന്തോഷി, വളരെ രസകരമായൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? ഇന്നിതിനെ നിന്നിച്ച് പറഞ്ഞ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര്, അവരുടെ അച്ഛനും അമ്മയും കൂടെ അല്ല, അപ്പൂപ്പനും അമ്മാവും എല്ലാരും കൂടെ, പിതൃക്കന്മാരെല്ലാം കൂടെ കൂടിയിട്ടിരിക്കുന്ന പേരെന്താണ് അദ്ദേഹത്തിന്റെ? മാറ്റാൻ പറ്റില്ല. ശിവൻകുട്ടി. മതത്തിന്റെ അടയാളമാണെങ്കിൽ ശിവൻകുട്ടി, ശിവൻകുട്ടിയുടെ പേര് തന്നെ മാറ്റണം. വളരെ വളരെ ഇതിൽ പറയാണ്. ഈ മന്ത്രിക്ക് പറയാൻ പറ്റുമോ ഈ ശിവൻകുട്ടിയെ എനിക്ക് അറിയില്ല? ഈ ശിവന് പാർവതിയെ അറിയില്ലെങ്കിൽ, ഭാരതാംബയെ അറിയില്ലെങ്കിൽ, മതചിഹ്നമാണ് ശിവൻ എന്നുണ്ടെങ്കിൽ ആ മതചിഹ്നം പേറുന്ന പേരുപേക്ഷിക്കാൻ ഈ ശിവൻകുട്ടിമാര് തയ്യാറാവണം. ഈ ഭാരതത്തെ പഠിക്കാൻ തയ്യാറാവണം. ഈ ഭാരതം വേദങ്ങളുടെ മാതാവാണ്. ഭാരതത്തിന്റെ മാതൃഭാവത്തെ നീക്കി മൃത്യുഭാവത്തിലേക്ക് നയിക്കുവാനായിട്ട് ആരും തച്ചും മെനക്കെട്ട് ഇറങ്ങേണ്ടതില്ല. ഇതാണ് പറയാനുള്ളത്. കാരണം ഇത് വലിയ ശാസ്ത്രമാണ്. ഇവിടെ മതങ്ങളുമായിട്ട് മത്സരിക്കുന്ന നാടല്ലത്. ഏത് മതത്തിനും പ്രവേശനമുള്ള, ഏത് മതചിന്തയ്ക്കും സ്വാഗതമരുളുന്ന, ഏത് മതവും സ്വന്തം ഐഡിയ തന്നെയാണ്. ഈ ഭാരതത്തിന്റെ മണ്ണിന്റെ ആ മഹത്വമാണ് എല്ലാ മതങ്ങളിലും ഭാരതീയർ ദർശിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ലോകത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലെയും ആളുകൾക്ക് ഭാരതത്തിലേക്ക് വരാം. കാരണം ഇതാണ് മാതൃരാജ്യം. ഇവിടെ നിന്നാണ് സർവ്വതും പുറത്തേക്ക് പോയിട്ടുള്ളത്. ഒരു കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ ശിവാലയങ്ങൾക്കും ശിവാലയങ്ങളുടെ മുകളിലെല്ലാം കാവിക്കൊടിയാണ് കിട്ടുന്നത്, വേറെ കൊടിയല്ല. അപ്പൊ ആ കാവിക്കൊടി കിട്ടുന്ന ശിവന്റെ ആലയങ്ങൾക്ക് ആ ശിവന്റെ പേരുള്ള ശിവൻകുട്ടിക്ക് എനിക്ക് ശിവനെ അറിയാൻ മേല, കാവിക്കോട് ഏഴിയാൻ മേല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിട്ട അച്ഛനും അമ്മയായിട്ട് തിരിച്ചറിയത്തില്ലെന്നല്ലേ മനസ്സിലാവുന്നത്? അതാണ് നമ്മളുടെ അച്ഛനമ്മമാർക്ക് വിവരമില്ല, അവർ വിവരദോഷികളായിരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. എനിക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ സത്യത്തിൽ ഇന്ന് തള്ളി പറഞ്ഞത് ആരെയാണ്? അറിയില്ലെന്ന് പറഞ്ഞത് ആരെയാണ്? നമ്മുടെ പൂർവികരെ, മരിച്ചുപോയവരെ അവഹേളിക്കുന്നവരെ അറിയേണ്ടത്. ആരെയും അറിയില്ല എന്ന് പറയുന്നവരെ അറിയേണ്ടത് അറിയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ 100 പേരെ അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ നാട് മുഴുവൻ അറിയാൻ ശ്രമിക്കും. അതാണ് നമ്മൾ സന്തോഷി. പരമാർത്ഥത്തിൽ അങ്ങനെ ഞാൻ വേറെ ഒന്നുമായിട്ട് ചോദിച്ചതല്ല. പരമാർത്ഥത്തിൽ ഇന്ന് ശിവൻകുട്ടി ചെയ്തത് അദ്ദേഹത്തിന്റെ മാതാവിനെയും പിതാവിനെയും തള്ളിപ്പറയല്ലേ, ഇത് അറിയാൻ പാടില്ല എന്ന് മതചിഹ്നമാണെങ്കിൽ, ഇതൊരു മതചിഹ്നമാണ് ശിവൻ എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ ശിവൻകുട്ടിയുടെ പേര് ആദ്യം മാറ്റണം. ഭാരതത്തിന്റെ ഒരു പേരും, നമ്മളെ എല്ലാ നാമങ്ങളെയും അംഗീകരിക്കണം. ഏത് കൊച്ചുകുട്ടിയെയും ബഹുമാനിക്കണം. ഏത് കുഞ്ഞു കുട്ടിയുടെയും സങ്കടം നമ്മുടെയും സങ്കടമായിട്ട് മാറ്റണം. ഏത് അറിവിനെയും സ്വീകരിക്കുവാനുള്ള ശേഷി നമുക്കുണ്ടാവണം.
നമുക്ക് അഭിപ്രായം പറയാം. അറിവാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ അറിവിനെ നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളായിട്ടുള്ള കണ്ടെത്തലുകൾ മുഴുവൻ വേദവും ഉപവേദവും ഉപനിഷത്തുകളും പുരാണങ്ങളും ഉപപുരാണങ്ങളുമായിട്ട് ഇവിടെ ഒരുപാടുണ്ട്. അതല്ലാതെ മതഗ്രന്ഥങ്ങളുണ്ട്. ബൈബിളിലും ഖുറാനിലും ഇതിലെല്ലാം എഴുതിയിരിക്കുന്നത് പമ്പര വിഡ്ഢിത്തരങ്ങളാന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനെല്ലാം ഉള്ളിൽ ഇരിക്കുന്ന സത്തയെ തിരിച്ചറിയുവാനുള്ള ശേഷി നമ്മുടെ പൂർവികർക്കെല്ലാം സമസ്ത പ്രതലത്തിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ മണ്ണിൽ മറഞ്ഞു നിൽക്കുന്നത്, മറഞ്ഞു പോയത്, ഈ മണ്ണായി മാറിയിരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവും. നമുക്കെല്ലാവർക്കും തെറ്റുപിടിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും തെറ്റിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് ഈ പ്രപഞ്ചത്തിൽ. സന്തോഷി എന്തായാലും വലിയ ഒരു നന്ദി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിപരമായിട്ടുള്ള മുഴുവൻ ശാസ്ത്ര സത്യങ്ങളെയും പ്രകൃതിയെ തന്നെയും അങ്ങ് പ്രണവവേദിയിലൂടെ ലിഖിതപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ആചാര്യൻ തന്നെയാണ്. അങ്ങയുടെ ഈ പ്രണവവേദയിലൂടെയുള്ള ആ അറിവ് ഇവിടുത്തെ ശിവൻകുട്ടിമാർക്കെങ്കിലും കുറെ പേർക്കെങ്കിലും വളരെ പെട്ടെന്ന് മനസ്സിലായിരുന്നെങ്കിൽ വളരെ നന്നായേനെ. ഒരു അപേക്ഷയുണ്ട്. കാരണം ഇത് ഇത്രയും വളരെ വീറോടെ എനിക്കിന്ന് സംസാരിക്കേണ്ടി വന്നത് ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് അറിവാണ് പറയേണ്ടത്, അഭിപ്രായം പോലുമല്ല. വിദ്യയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവര് ഏറ്റവും ചുരുങ്ങിയത് അഭിപ്രായമായിട്ടെങ്കിലും പറയണം, അറിവായിട്ട് അജ്ഞത വിളമ്പരുത്. എന്താണെന്ന് പഠിക്കണം. ഈ ഭാരതം എന്താണെന്നൊന്ന് കണ്ടു നോക്കണം. ഈ പശ്ചിമഘട്ടത്തെ കൺതുറന്നൊന്ന് കാണണം. പാർവതിയുടെ കൂടാണിത് ഈ പശ്ചിമഘട്ടം. വൈഷ്ണവ ശക്തിയാല് ഈ മലകളെ പ്രണയിക്കുവാൻ നമുക്ക് കഴിയണം. ഈ നദികളെ സ്നേഹിക്കുവാൻ കഴിയണം. ഈ മണ്ണിനെയും ഈ മരങ്ങളെയും ഈ പ്രകൃതിയെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം പ്രണയിക്കുവാൻ കഴിയുന്നവരാണ് ഭാരതീയര്. ഭാരതീയന്റെ ദൈവം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ മിന്നിമറയുന്ന 6 ഋതുഭാവത്തെ 6 ഷഡ്ഭാവങ്ങളെ നമുക്ക് സമ്മാനിക്കുന്ന മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം, സസ്യലോകം, ജന്തുലോകം എന്ന് പറയുന്ന 6 വൈഭവ ശക്തികളാണ്. അത് തന്നെയാണ് ദൈവകാരണമായിരിക്കുന്ന ശക്തികൾ. ആ ശക്തി തന്നെയാണ് ദൈവകാരണ ശക്തി. ഈ ദൈവകാരണ ശക്തിയായിരിക്കുന്ന ഈ ദേവതാഭാവത്തിൽ മിന്നിമറയുന്ന അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ 6 ശക്തികൾക്ക് കാരണം ഏകദ്രവ്യാവസ്ഥയിലുള്ള ബ്ലാക്ക് ഹോളാണ്. പരബ്രഹ്മത്തിന് മേലെയുള്ള മൂലബ്രഹ്മമാണ് ആ ബ്ലാക്ക് ഹോള്. അതാണ് ആകാശത്തിന് മേലെ നമ്മളുടെ ജീവനായിരിക്കുന്ന പരമാത്മ ചൈതന്യമായിരിക്കുന്ന മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്നും അതിനു മേലെ ജീവാത്മശക്തി, അതിനു മേലെ മണ്ണ്, അതിനു മേലെ ജലം, അതിനു മേലെ വായു, അതിനു മേലെ അഗ്നി, അതിനു മേലെ ആകാശം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയാൽ 7ാമത്തെ തലത്തിൽ നിൽക്കുന്ന ആകാശത്തിന്റെ അപ്പുറത്ത് 7ാം ആകാശത്തിനപ്പുറത്ത് ഏകദ്രവ്യാവസ്ഥയിലിരിക്കുന്ന ആ ത്രിഗുണത്തെ സ്വീകരിക്കുവാൻ നിർഗുണമായിരിക്കുന്ന ആ ദ്രവ്യത്തിന്റെ പ്രവാഹത്തെയാണ് ഏകദൈവാവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ഭാരതം ലോകത്തിന് വിഭാവന ചെയ്തിരിക്കുന്ന തിയോളജി. ഇതെല്ലാം നമ്മൾ അറിയണം, പഠിക്കണം. നമ്മുടെ കുഞ്ഞുമക്കള് അറിവാണ് പ്രചരിപ്പിക്കേണ്ടത്, അജ്ഞതയല്ല. എല്ലാ മതങ്ങളെയും സ്നേഹിക്കുവാനും എല്ലാ ജനതയെയും സ്നേഹിക്കുവാനും എല്ലാ ജീവികളെയും എല്ലാ ചെടികളെയും എല്ലാ പൂക്കളെയും എല്ലാ ധാന്യങ്ങളെയും കൺതുറന്ന് കാണുവാനും അതിനെ ആസ്വദിക്കുവാനും സർവ്വജീവനെയും സർവ മനുഷ്യരെയും പൂർവികരായാലും ശരി ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരായാലും ശരി അവഹേളിക്കാതെ അവരെ ബഹുമാനിക്കുവാൻ പഠിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടാവണം. മനസ്സിലായ ഒരു കാര്യങ്ങളെ അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഈ ഭാരതാംബയെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്നവര് പ്രവർത്തിക്കുന്നവര് സ്വന്തം മാതൃത്വത്തെയാണ് തള്ളിപ്പറയുന്നത്, അവഹേളിക്കുന്നത് എന്നുള്ള ആ മിനിമം ബോധമെങ്കിലും ഇവർക്ക് വന്നിരുന്നെങ്കിൽ വളരെ നന്നായെന്ന് എനിക്ക് തോന്നിപ്പോവുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള വിവേകമെങ്കിലും ഈ പ്രകൃതി ഇവർക്ക് കനിഞ്ഞനുഗ്രഹിക്കണമേ എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഈ വീണ്ടും വിപത്തുകൾ ഉണ്ടാക്കാനുള്ള കുബുദ്ധികളുടെ രാഷ്ട്രീയ ബുദ്ധിയുമായിട്ട് ഇവർ വീണ്ടും നീങ്ങും. നമ്മുടെ മക്കൾ അറിയേണ്ടത് ഒരു കാര്യവും കൂടിയാണ്. നമുക്ക് വരം തരുന്ന ദൈവം ഈ തരുവാണ്. ഈ തരുന്ന വരമാണ് നമ്മൾ ഡെയിലി വാങ്ങുന്നത്. നമുക്ക് ഓക്സിജൻ തരുന്നത് ഈ സസ്യലോകമാണ്, ഈ വിഷ്ണുവാണ്, ഈ ഹരിതലോകമാണ്, ഈ ഹരിയാണ്. നമുക്ക് സർവ്വജീവനാംശവും അതിന്റെ വൈഭവത്താലാകുന്നു. ആ ജീവനാംശത്തെ പേറുന്നവരും മാത്രമാണ് നമ്മൾ. ആ ജീവനാംശത്തെ അനുഭവിക്കുന്ന സാത്വികി എന്ന് പറയുന്ന ഭാവത്തിൽ നിൽക്കുന്നവരാണ് നമ്മള് സസ്യലോകത്തെ പ്രണയിക്കുന്നവരാവണം. നായകൻ സസ്യലോകമാണ്, അവിടെ നായികി ജന്തുലോകമാണ്, ചരിക്കുന്നവർ.
അചരമായി നിൽക്കുന്ന സസ്യലോകമുണ്ടെങ്കിൽ മാത്രമാണ് ചരിക്കുവാൻ, ആനന്ദ നടനമാടുവാൻ നമുക്കും കഴിയുകയുള്ളൂ. ഈ പ്രകൃതിയിലെ ഈ പാർവതി ഇല്ലെങ്കിൽ, ഈ ജലമില്ലെങ്കിൽ, ഈ സസ്യലോകവുമില്ല, നമ്മളുമില്ല, ഒന്നുമില്ല. രുദ്രൻ, അതായത് ശിവൻ രുദ്രനാകും. രൗദ്രഭാവം പോലെയാണ്, രുദ്രാക്ഷം പോലെയാകും. രുദ്രാക്ഷത്തെ കാണുവാൻ പോലും ശേഷി ഒരു കണ്ണുകൾക്കുമില്ല. കാരണം അത്രയും രുദ്രമായി പോകും, രൗദ്രഭാവത്തിലാകും ഈ ഭൂമി. ആ രൗദ്രഭാവം പേറുന്ന രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ശിവനെ അന്വേഷിച്ച് തോന്നിവാസവും കാണിച്ച് നടക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. അതും കൂടി ഞാൻ ഇവിടെ പറയാ. നമ്മള് ക്ഷേത്രങ്ങളിൽ ഓവും മുറിച്ച് കടക്കാത്തത്, ആ പാർവതിയെ കവച്ച് കടക്കാത്തത് ജലം പാർവതി ആയതുകൊണ്ടാണ്. ആ നദിയെ ജനിപ്പിക്കുന്ന ജലപ്രവാഹത്തെ, ജീവന്റെ പ്രവാഹത്തെ, ജീവന്റെ മായയായിരിക്കുന്ന പാർവതിയെ ജീവനെ പർവ്വതീകരിപ്പിക്കുവാനുള്ള പ്രവാഹമായിട്ടൊഴുകുന്ന ശിവക്ഷേത്രങ്ങളിൽ ഓവു മുറിച്ചു കടക്കാത്തതിന്റെ കാരണം തപ്പി അലയുന്നവര് കേൾക്കേണ്ടത് ഇതാണ്. ഈ കാലുകൊണ്ട് പോലും തൊടാനറയ്ക്കുന്ന ഈ ശിവനാണ്, ഈ മണ്ണാണ് നമ്മുടെ സർവ്വതും. അത് ഏത് രാജ്യത്തിൻ്റെതായാലും. ഓരോ മണ്ഡലത്തിലും നമുക്ക് ശിവന്റെ മുഖങ്ങളെ കാണുവാൻ കഴിയണം. ഈ ശൈവ നിലയത്തെ, ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ഈ പ്രോട്ടോണിന്റെ മഹാകണത്തെ, ഈ മഹാലിംഗമായിരിക്കുന്ന നമ്മളുടെ ലൈംഗിക ശേഷിക്ക് കാരണമായിരിക്കുന്ന ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന സ്ഥൂല കണത്തെ, ഈ അണ്ഡധരനെ, ജീവധരനെ, ജീവധാനിയായിരിക്കുന്ന ഈ ഭൂമിയെ നമുക്ക് അർദ്ധനാരീശ്വരനായി ചേർത്ത് വെക്കേണ്ടതുണ്ട്. മണ്ണും ജലവും ചേർന്നിരിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിലായാലും. അതിന് ഭാരതാംബ എന്ന് പറയുന്ന ആ മഹത്തരമായിട്ടുള്ള ആശയം നെഞ്ചേറ്റേണ്ടതുണ്ട്. നമ്മുടെ ഈ ഭാരതാംബയുടെ ആ തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ ശരിക്കും ജ്ഞാനത്തിന്റെ വ്രതത്തിന്റെ കൊടുമുടി കയറി ആർക്കും കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഹിമാലയത്തെ ഉയർത്തി നിർത്തേണ്ടതുണ്ട്. അതാണ് നമ്മളുടെ മക്കള് പഠിക്കേണ്ടത്. എന്തായാലും വളരെ സന്തോഷം. ഭാരതാംബ എന്താണ്, ആരാണ്, ഏതാണ് എന്നുള്ള ചോദ്യത്തിന് പ്രണവവേദയുടെ ആചാര്യനായിട്ടുള്ള അങ്ങ് വളരെ വിശദമായിട്ട്, ഇനി വരുന്ന തലമുറയ്ക്ക് പോലും വളരെ വിശദമായി മനസ്സിലാക്കേണ്ടതുപോലെ അങ്ങ് ഭാരതാംബ എന്താണെന്നും ഈ ത്രിവർണ്ണം എന്താണെന്നും അല്ലെ ത്രിമൂർത്തികൾ എന്താണെന്നും ഈ ദോഷങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങ് ജീവന്റെ ഉൽപ്പത്തി മുതൽ പറഞ്ഞു കഴിഞ്ഞു. ഹിമവാനെ കുറിച്ചും ജലത്തെക്കുറിച്ചും പാർവതിയെ കുറിച്ചും വൈഭവലോകത്തെ കുറിച്ചും മണ്ണിനെ കുറിച്ചും എല്ലാം അങ്ങ് പറഞ്ഞു തന്നു. ഭാരതാംബ എന്താണ്, ഈ ഭാരതാംബയെ തള്ളിപ്പറയുവാൻ ഇത് മനസ്സിലാക്കുന്ന ആർക്കും പറ്റാത്തൊരു അന്തരീക്ഷമുണ്ട്. ഇത് മനസ്സിലാക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ. എന്താണ് ഭാരതാംബ എന്ന്? ഞാൻ ഇത്രയും വികാരത്തോടു കൂടി സംസാരിച്ചത്, ഈ നമ്മുടെ സാധാരണക്കാര് സംസാരിച്ചോട്ടെ. സാധാരണ ഓരോ പൗരന്മാർക്കും, ഓരോ വ്യക്തികൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. പക്ഷെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ വായിൽ നിന്നും കേൾക്കേണ്ടത് അഭിപ്രായമല്ല, അറിവാവണം. അഭിപ്രായമാണെങ്കിൽ ഇത് എന്റെ ഒരു അഭിപ്രായമാണെന്ന് പറയണം. അതല്ലാതെ അജ്ഞതയെ അറിവാക്കി സമസ്ത പ്രതലത്തിലും ആരും ഇതിന് ഉത്തരം പറയില്ല, ഇതിന് ഉത്തരമില്ല എന്നുള്ളൊരർത്ഥത്തിൽ ആരും ഇരിക്കണ്ട. നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വലിയ സന്തോഷം. തീർച്ചയായിട്ടും. നമസ്തേ. വലിയൊരു സന്ദേശമാണ് അങ്ങ് നൽകിയത്, വലിയൊരു സന്ദേശം. ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ഇത് കേട്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും പൊരുളുണ്ടോ? ഭാരതാംബയെ കുറിച്ച് ഇന്ന് പ്രണവവേദ ആചാര്യനായിട്ടുള്ള സന്തോഷി പറഞ്ഞത് ശരിക്കും ഇന്ന് ആളുകൾ ഇതിനെ കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ഇതിനെന്തെങ്കിലും ഇതാണ് സത്യം, ആ സത്യമല്ല മറ്റേതെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് ജനം അഭിപ്രായം പറയണം. ഇവിടുത്തെ ആചാര്യന്മാർ ആരുമായിക്കൊള്ളട്ടെ അവരെല്ലാം ഇക്കാര്യത്തിൽ ഭാരതാംബയെ കുറിച്ച് അങ്ങ് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പറയാൻ ബാധ്യപ്പെട്ടവരാവണം. തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറയ്ക്ക് നന്മയിലേക്കുള്ള പാത തുറന്നു കൊടുക്കുവാൻ എല്ലാവരും കൂടെ ശ്രമിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരിക്കും നമ്മുടെ ആചാര്യന്മാര് ഈ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നവര് ആദ്യം ദൈവശാസ്ത്രം എന്താണെന്നും ഭാരതത്തിന്റെ ദൈവസങ്കല്പങ്ങൾ എന്താണെന്നും നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. അവരെ വഴിതെറ്റിക്കുകയല്ല വേണ്ടത്. അവരെ നേരായ വഴിക്ക്, ശാസ്ത്രത്തിന്റെ വഴിക്ക്, ആ ശാസ്ത്രബിംബങ്ങളുടെ വിഗ്രഹങ്ങളെ വിഗ്രഹിച്ച് അർത്ഥം പറയുവാൻ കഴിവുള്ളവരായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.